നിങ്ങളുടെ സ്വന്തം കഥയിലെ നായകൻ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ മുഴുവൻ അർത്ഥവും നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. മനുഷ്യനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇതുവരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ മനുഷ്യനും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടാവും, അന്തരങ്ങളുണ്ടാവും. എന്നാൽ ചില സാമ്യങ്ങൾ ചിന്തകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടായേക്കാം. എങ്കിലും അതൊക്കെ അത്യപൂർവമാണ്. സമാനമായ ചിന്തകൾ പങ്കുവെക്കുന്നവർ ജീവിതത്തിലെ എല്ലാ തുറകളിലൊക്കെ കണ്ടേക്കാം. ജീവിതം എന്ന നാടകത്തിലെ അഭിനേതാക്കളാണല്ലോ നാം എല്ലാവരും. ഇതിലെ വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതും നമ്മൾ തന്നെയാണ്. നായകനും നായികയും, പ്രതിനായകനും പ്രതിനായികയും, വിദൂഷകനും ഒക്കെയായി അനവധി വേഷങ്ങൾ നമ്മുടെ ഈ ജീവിത നാടകത്തിലുണ്ട്. എല്ലാവർക്കും നായകനാകണമെന്നും നായികയാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, എല്ലാ മേഖലകളിലും, അല്ലെങ്കിൽ ഒരു സിനിമയായാലും കഥയായാലും നാടകമായാലും വില്ലന്മാരെപ്പോഴും അവസാനം അവർക്ക് പരാജയമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നായകനും നായികയുമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സഹജീവികളോടുള്ള കരുണയും കരുതലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി കാണാറുണ്ട്. മനുഷ്യത്വത്തിൻ്റെ വിശാലമായ വാതിലുകൾ അവരുടെ മനസ്സിലെപ്പോഴും തുറന്നു തന്നെ കിടക്കും. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇതുവരെ ആർക്കും പൂർണ്ണമായും കഴിയാത്തത് അടുത്ത നിമിഷം അല്ലെങ്കിൽ അതിനടുത്ത നിമിഷം മനുഷ്യർ എന്ത് ചിന്തിക്കും, എന്ത് പ്രവർത്തിക്കും എന്നാർക്കും പ്രവചിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ്. കൂടെ നടക്കുന്ന സുഹൃത്ത് പോലും അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ബന്ധുക്കൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ്റെ മനസ്സ് ഇന്നും ആർക്കും പിടികിട്ടാൻ പറ്റാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് കരുതിക്കൂട്ടി നടക്കുന്നവരും ഈ രാജ്യത്തുണ്ട്, ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ട്. അത്തരക്കാരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമൂഹം. ഒരാളുടെ ജീവിതത്തിൽ അയാൾ തന്നെ ആയിരിക്കണം നായകൻ അല്ലെങ്കിൽ നായിക. അവിടെ പ്രതിനായകനോ പ്രതിനായികയോ കടന്നു കയറിയിരിക്കാൻ അനുവാദമില്ല. അതിനുള്ള സാഹചര്യം അനുവദിച്ചു കൊടുക്കാതിരിക്കുകയാണ് ബുദ്ധി. ഒരാളുടെ ജീവിതം എങ്ങനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുമ്പോൾ പല വിട്ടുവീഴ്ചകൾക്കും സഹനങ്ങൾക്കും ഒക്കെ തയ്യാറാവണം. തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും തനിക്ക് എത്രയോ പ്രിയപ്പെട്ടവരാണ് എന്ന വിചാരം എപ്പോഴും മനസ്സിൽ ഉണ്ടാവുകയും വേണം. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ എപ്പോഴും നന്മകൾ ചെയ്യാനുള്ള, നല്ലത് പറയാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും അവരങ്ങനെ ചെയ്യുകയും ചെയ്യും. ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്യർക്ക് ചെയ്യാവുന്ന എല്ലാ നന്മകളും ചെയ്യാൻ എല്ലാവർക്കും മനസ്സുണ്ടാവട്ടെ. ശുഭദിനം.